ഈ കാണുന്നത് നമ്മുടെ ആൽബിനോ പാക്കു എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതായത് നമ്മുടെ പാക്കു വെറൈറ്റിയിൽ പല വെറൈറ്റികളുണ്ട്. നിങ്ങൾക്കറിയാം ബ്ലാക്ക് പാക്കു, അതുപോലെ റെഡ് ബെല്ലി പാക്കു, പിന്നെ ഈ കാണുന്ന ആൽബിനോ പാക്കു. റെഡ് ബെല്ലി പാക്കു എന്ന വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ നട്ടർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ആൽബിനോ ആണ് ഈ കാണുന്നത്. ഇത് നമ്മളൊരു അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ്. അത്യാവശ്യം സൈസുള്ള പീസുകളാണ് ഈ എടുക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 2 എണ്ണത്തിന് 180 അങ്ങാണ്ടാണ് പ്രൈസ് വരുന്നത്. കുഴപ്പമില്ലാത്ത ഒരു പ്രൈസാണ് ഈ ഒരു സൈസിന് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ ഒരു മീനിനെ മുമ്പ് വളർത്തി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ വാങ്ങാത്തതാണ്. നമ്മൾ റെഡ് ബെല്ലി പാക്കു അല്ലെങ്കിൽ നട്ടർ എന്ന് പറയുന്ന ആ ഒരു മത്സ്യത്തെ മുമ്പ് വളർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മീനാണ്, പെട്ടെന്ന് വളരുന്ന മീനാണ്. ഫീഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നല്ല ആക്റ്റീവായിട്ട് തന്നെ ഫുഡ് കഴിക്കും. നമ്മൾ കൊടുത്തിരുന്നത് പെല്ലറ്റ് ഫുഡാണ്. പലരും ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഫുഡിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ചേമ്പില പോലുള്ള സംഭവം, അതായത് നമ്മുടെ ജയൻറ്റ് ഗൗരാമിക്ക് കൊടുക്കുന്ന എല്ലാ ഫീഡും ഇവർക്കും കൊടുക്കാം. ഇവർ നല്ല രീതിയിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന മീനുകളാണ്. നമ്മൾ ജയൻറ്റ് ഗൗരാമികൾക്ക് കൊടുക്കുന്ന ഇലവർഗ്ഗങ്ങളായിട്ടുള്ള സംഭവങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ നട്ട്സ് വരെ ഇവർ തിന്നുന്നതാണ് പറയുന്നത്. ചെറിയ ചെറിയ കപ്പലണ്ടി പോലുള്ള നട്ട്സ് സാധനങ്ങൾ വരെ ഇവർ കഴിക്കും. ഇവരുടെ വായ്ഭാഗമൊക്കെ ഞാൻ പണ്ട് ഈ ഒരു നട്ടറിനെ വളർത്തിയിരുന്ന സമയത്ത് നമ്മൾ കാണിച്ചിരുന്നു. ഇതിൻ്റെ വായ്ക്കകത്ത് നല്ല എന്താ പറയുക, കട്ടി അതായത് ഒരു ലൈനിങ് ആയിട്ട് നമ്മുടെ മനുഷ്യന്മാരുടെ പല്ല് പോലെയാണ് ഇവരുടെ പല്ല് വരുന്നത്. നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു വീഡിയോയിൽ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. അതായത് നമ്മൾ വളർത്തിയിരുന്ന കാലഘട്ടത്ത് ഒരെണ്ണത്തിനെ പിടിച്ചിട്ട് അതിൻ്റെ വായ തുറന്നിട്ട് നമ്മൾ പല്ലൊക്കെ കാണിച്ചിരുന്നു. ആ പല്ല് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കടിച്ച് പൊട്ടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇവർ വെജിറ്റേറിയൻ ഫുഡാണ് ശരിക്കും കൂടുതൽ ഇവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവർ വൈൽഡിൽ, അതായത് നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ കൂടുതലും കഴിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡാണ്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ജയൻറ്റ് ഗൗരാമികളുടെ ഏകദേശം സെയിം തന്നെയാണ്. ഇവർ വെജും നോൺ വെജും പെല്ലറ്റ് ഫുഡും എല്ലാം കഴിക്കും. അതുകൊണ്ട് എന്ത് ഫീഡ് ചെയ്യണമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എല്ലാം ഇവർ കഴിക്കും. പിന്നെ ഞാൻ ഫിഷ് മെറ്റാബോളിസം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവർ കണ്ടില്ലേ, നല്ല ആക്റ്റീവായിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഓസ്കാറിനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജയൻറ്റ് ഗൗരമേനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ മോഷനിൽ മൂവ് ചെയ്യുന്ന മീനുകളാണ്. ഇത്തരം മീനുകൾ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന മീനുകളാണ്. അതുകൊണ്ട് ഇവരുടെ ബോഡി എപ്പോഴും ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അതായത് മെറ്റബോളിസം ഭയങ്കര ഹൈ റേറ്റിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബോഡിയിലുള്ള ന്യൂട്രിയൻസ് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ഫുൾ ടൈം നല്ല രീതിയിൽ എനർജി വേണം. എനർജി വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഫുഡ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനൊക്കെ ബോഡി എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പല സമയങ്ങളിലായിട്ട് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും. ഇവർ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. അതുപോലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. വലിയ ടാങ്കുകളിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഇവർ വളരും. ഒരു വർഷം കൊണ്ടൊക്കെ 1 കിലോ 1.5 കിലോ ഒക്കെ കടക്കാറുണ്ട് സൈസ്. അതായത് ഇവിടെ ലെങ്ത്തൊക്കെ 1 ഫീറ്റിന് മേലെയൊക്കെ പോകാറുണ്ട്. പിന്നെ ഇവരെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പായിട്ട് പർച്ചേസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതായത് ഒരു 6 എണ്ണത്തിൻ്റെയൊക്കെ ചെറിയ ഗ്രൂപ്പായിട്ട് ഇവർ ഗ്രൂപ്പായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. നമ്മൾ എണ്ണം കുറച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം അങ്ങനെയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഇവർ ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങി വല്ലാതെ അങ്ങ് മൂവ് ചെയ്യാതൊക്കെ നിൽക്കുന്നത് കാണാം. അതായത് വല്ലാതെ ആക്റ്റീവ് അല്ലാതൊക്കെ നിൽക്കുന്നത് കാണാം. ഇതുപോലെ നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിട്ടൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ അവർ നീന്തി നടക്കുന്നത് കാണാം. പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറേഷനാണ്. വെള്ളത്തിലുള്ള എയറേഷൻ ചെറിയ രീതിയിൽ കുറഞ്ഞാൽ തന്നെ ഇവർ മുകളിൽ വന്നിട്ട് ശ്വസിക്കുന്നത് കാണാം. അങ്ങനെ അധിക നേരം അവർക്ക് മുകളിൽ വന്ന് നിൽക്കാനായിട്ട് പറ്റില്ല. നമ്മൾ പെട്ടെന്ന് എയറേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ താഴത്തേക്ക് മുങ്ങി വന്ന് താഴെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നത് കാണാം. കുറച്ച് കഴിയുമ്പോൾ അവർ ചത്തുപോവുകയും ചെയ്യും. ഇവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ എയറേഷൻ തന്നെയാണ്. മഴക്കാലത്ത് വലിയൊരു പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ വളർത്തിയിരുന്ന കാലഘട്ടത്ത്. വേനൽക്കാലത്താണ് പ്രശ്നം വരുന്നത്. ചൂട് വരുന്ന സമയത്ത് ഓക്സിജൻ്റെ ലെവൽ വല്ലാതെ കുറയും വെള്ളത്തിൽ. അപ്പോൾ എയറേഷൻ മസ്റ്റാണ്. വലിയ ടാങ്കിൽ എണ്ണം കുറച്ചാണ് കിടക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല. അതേസമയം എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ല പ്രശ്നം തന്നെയാണ്. അതായത് നമ്മൾ എയറേഷൻ മസ്റ്റായിട്ടും കൊടുക്കാം. ചിലപ്പോൾ 24 മണിക്കൂറൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അസുഖങ്ങൾ ഇവർക്ക് തീരെ വരാറില്ല. മറ്റു മീനുകൾക്കൊക്കെ വരുന്ന പോലെ ഫംഗസ് അത്തരം അസുഖങ്ങളൊന്നും ഇവർക്ക് തീരെ വന്നിട്ടില്ല. നമ്മൾ വളർത്തിയിരുന്ന കാലഘട്ടത്ത് ഇവർക്ക് യാതൊരു അസുഖങ്ങളും വന്നിട്ടില്ല. നല്ല ഹാർഡി ആയിട്ടുള്ള മീനുകളാണ്. നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളാണ്. ഇത് ആൽബിനോ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെളുത്ത് സിൽവർ പോലെയാണ് സൈഡ് ഇരിക്കുന്നത്. കണ്ണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ്. നല്ല രീതിയിൽ എയറേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം സ്പേസ് ഉള്ള വലിയ ടാങ്കുകളിലാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവരെ വളർത്താം. പിന്നെ ഇവരെ വളർത്താനായിട്ട് ടാർപോളിനുള്ള ടാങ്കുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാർപോളിൻ നല്ല ഹൈ GSM ഉള്ളത്, അതായത് നല്ല കട്ടി കൂടിയ GSM കൂടി 500-600 GSM ഒക്കെയുള്ള ടാർപോളിൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവരുടെ പല്ല് വെച്ച് ഇവർ നല്ല രീതിയിൽ ടാർപോളിൻ കടിച്ച് പൊട്ടിക്കാറുണ്ട്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ടാർപോളിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഇവർ കടിച്ച് പൊട്ടിക്കും. അതുകൊണ്ട് നല്ല തിക്നെസ് കൂടിയത്, അതായത് GSM കൂടിയ ടാർപോളിൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 500-ന് മേലെ GSM ഉള്ള ടാർപോളിനുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ടാർപോളിൻ യൂസ് ചെയ്യാത്ത സെറ്റപ്പുകളാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സിമെൻറ്റ് ടാങ്കുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് റിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലാകുമ്പോൾ പിന്നെ ടാർപോളിനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.